ഹായ് ഹലോ വെൽക്കം ബാക്ക്. വീണ്ടും ഒരു ക്രിസ്മസ് ഡ്രസ് കോഡുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മിന്ത്ര ക്രിസ്മസ് ഡ്രസ് കോഡ് ചെയ്തിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ എല്ലാ പ്രൊഡക്റ്റിന്റെയും ഇട്ട വീഡിയോസും അത് ഇവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് ലിബാസ് എന്ന ബ്രാൻഡിന്റെ ഒരു എ ലൈൻ കോട്ടൺ കുർത്തയാണ് കേട്ടോ. കുർത്തയെന്നോ ഡ്രസ്സെന്നോ ഒക്കെ പറയാം. ടോപ്പ് മാത്രമേ ഉള്ളൂ. നല്ല എലഗന്റ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു എ ലൈൻ ഡ്രസ്സാണ് കേട്ടോ. ഇതിലേക്ക് ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഫുള്ളി പോയേക്കുന്നത്. എയർലൈൻ പാറ്റേൺ ആണ് അടിച്ചു വന്നേക്കുന്നത്. യോക്ക് പോർഷന്റെ അവിടെ ചെറിയൊരു ഞുറി വരുന്നുണ്ട്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കോളർ നെക്കാണ്. ആ കോളർ നെക്കിന് ചുറ്റും ഇങ്ങനെ ഒരു ക്രോഷോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇങ്ങനെ ഒരു 3/4 സ്ലീവ് ആണ്. ആ സ്ലീവിന്റെ തുമ്പത്തും ചെറിയൊരു ക്രോഷോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കുർത്ത വന്നിട്ട് പാനൽ അടിച്ചു പോകുന്ന എയർലൈൻ ആണ്. നിങ്ങൾക്ക് ബോട്ടം ഇട്ടും ഇടാതെയും ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ലൊരു എലഗന്റ് ലുക്ക് തരുന്ന നല്ലൊരു പ്യുവർ കോട്ടൺ കുർത്തയാണ് ഇത്. ഈ കുർത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ ആയാലും സ്റ്റിച്ചിങ് ആയാലും ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ ആണ്. സ്റ്റിഫ് കോട്ടൺ അങ്ങനെ നമ്മൾ നല്ല മെറ്റീരിയൽ ഇല്ലേ, കോട്ടന്റെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ, അങ്ങനത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ലിബാസ് എന്ന ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നല്ലതായിരിക്കും. ഈ കുർത്തിയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് യോക്ക് നന്നായി ഇറങ്ങിയിട്ടാട്ടോ. അതായത് നല്ല രീതി ഇറങ്ങിയിട്ടാണ്. നമ്മുടെ ക്ലീവേജ് കാണുന്ന രീതിയിൽ ഇതിന് ഇറക്കമുണ്ട്. ഇവര് ഉള്ളിലൊരു തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് കയറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇടുമ്പോഴത്തേക്കും ഒരു ഇന്നർ ഇടേണ്ടി വരും കേട്ടോ. ഞാനിത് ഇന്നർ ഇട്ട് വെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഈ കുർത്തി ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയക്കുന്നില്ല. അപ്പൊ ക്രിസ്മസ് തീമിനൊക്കെ പറ്റിയ നല്ലൊരു കുർത്തിയാണ് കേട്ടോ. ഇത് ബോട്ടം ഇട്ടും ഇടാതെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഇവിടം വരെ വരുന്നുണ്ട്. നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടം വരെ വരും. തീർച്ചയായിട്ടും നമ്മൾ ഇത് ഇടുമ്പോൾ ഒരു ഇന്നർ ഇടണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഉള്ളിലൊക്കെ ഈ ഫ്രണ്ട് പോർഷൻ ഇവിടെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈസിന്റെ ഒരു നെറ്റ് പോലെ ഉണ്ട്. അത് ഈ രണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു വെച്ച് കിട്ടുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് ഒരു ഇന്നർ ഇട്ട് വെയർ ചെയ്യേണ്ടി വരും കേട്ടോ. ആ ഒരു പ്രോബ്ലം മാത്രമേ ഇതിനുണ്ട്. പക്ഷെ നല്ല മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലതാ. ഇതെന്തിനാ ഇതിനൊക്കെ ഇത്ര ഇറക്കി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഇറക്കമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് എക്സൽ ആണ് കേട്ടോ. എക്സൽ എനിക്ക് നല്ല വലുപ്പമുണ്ട്. ഞാൻ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് സൈസ് ആയത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സൈസ് ചെറുതെടുക്കുക കേട്ടോ. കാരണം നല്ല വലിപ്പമുണ്ട്. എക്സൽ എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഡബിൾ എക്സലിനും വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഇത് ഇട്ട പിക്ചർ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പം നെക്കൊക്കെ എന്തോരം ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുവേ. പ്രൈസ് വന്ന് 1149 രൂപയാണ്. ഈ കുർത്തയുടെ ഉള്ളില് കോട്ടൺ ലൈനിങ് ഒക്കെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴെ വരെയുണ്ട് കേട്ടോ. സെക്കൻഡ് വൺ വന്ന് ഒരു ബ്ലാക്ക് എംബ്രോയിഡറി അനാർക്കലി ഡ്രസ് ആണ് കേട്ടോ. ഇതിന്റെ ഷോൾഡർ മുതല് ഏകദേശം താഴെ വരെ, അതായത് നമ്മുടെ നീ ലെങ്ത് വരെ ഈ വർക്ക് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. റെഡും ഗ്രീനും വൈറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടം വരെയുണ്ട് ആ വർക്ക്. ഇതെനിക്ക് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണങ്കാലിന്റെ ആ ഭാഗം വരെയൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് ഹൈറ്റ് കുറവാണ് കേട്ടോ. മീഡിയം ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ഇതൊരു നീ ലെങ്തിന് താഴെ നിൽക്കും കേട്ടോ. അത്രയാണ് ഉണ്ടാവും. മുട്ടിന് താഴെയാണ് ഇത് ഉണ്ടാവുക. ഇത് ബ്ലാക്കിൽ ഇങ്ങനെ റെഡും ഗ്രീനൊക്കെ എംബ്രോയിഡറി ഒക്കെ പോകുന്നതുകൊണ്ട് ക്രിസ്മസിന് വെയർ ചെയ്യാൻ നല്ലൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഷിഫോൺ മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത്. ഇതിന്റെ സ്ലീവ് വന്ന് പഫ് സ്ലീവ് ആണ്. 3/4 സ്ലീവ് ആണ് വരുന്നത്. എന്നിട്ട് സ്ലീവിന്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു ലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവിന് ലൈനിങ് ഇല്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇവരൊരു കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് താഴെ വരെയുണ്ട് കേട്ടോ. ബാക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അനാർക്കലി ആയതുകൊണ്ട് തന്നെ താഴ്ഭാഗം ഒക്കെ നല്ല രീതിയിൽ വിരിഞ്ഞാണ് ഉണ്ടാവുന്നത്. പിന്നെ ഡ്രസ്സായിട്ട് വെയർ ചെയ്യാനും നല്ലതാണ്. പിന്നെ ബോട്ടം ഇട്ട് വെയർ ചെയ്യുന്നവർക്കും ഇത് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു ലെഗിനോ ജീൻസോ ഒക്കെ ഇട്ട് വെയർ ചെയ്യാനും ഇത് നല്ല രസം. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആട്ടോ. പിന്നെ ഇതിന്റെ പ്രൈസ് വന്ന് 849 രൂപയാണേ.
നെക്സ്റ്റ് വന്ന് ഫുൾ സ്ലീവ് വരുന്ന ഒരു സെറ്റർ ടോപ്പാണ്. ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതില് മൊത്തത്തിൽ വന്നേക്കുന്ന സാൻഡായുടെ പ്രിന്റ് ആണ് കേട്ടോ. അത് ഫ്രണ്ടിലും സ്ലീവ് പോർഷനിലും ഫുള്ളും വന്നിട്ടുണ്ട്. ബാക്കിലില്ല, പ്ലെയിൻ ആണ്. ഇതൊരു ബനിയൻ ക്ലോത്ത് ആണ് പുറത്ത്, പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട്. ഇത് ജീൻസിന്റെ കൂടെ, ബാഗി ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ നല്ലൊരു സെറ്റർ ടോപ്പാണ്. ഇത് ക്രിസ്മസ് തീമിൽ വരുന്നതുകൊണ്ട് തന്നെ ക്രിസ്മസിനൊക്കെ ഇടാനായിട്ടാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇട്ട് കഴിയുമ്പോഴും നല്ലൊരു സുഖമാണ്. ഉള്ളിലെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 609 രൂപയാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന എക്സൽ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് ഓഫ് വൈറ്റ് ഡ്രസ് ആണ് കേട്ടോ. ഇതിലേക്ക് ഫുള്ളി റെഡ് ഹെർട്ട് ഷേപ്പിൽ വരുന്ന എംബ്രോയിഡറി പോകുന്നുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ പോകുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് പോർഷന്റെ അവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഫുള്ളി ഞുറിയാണ് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒരുപോലാണ്, ഇങ്ങനെ ഞുറി തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ പഫ് സ്ലീവ് ആണ് ഉണ്ടാവുന്നത്. ഇവിടം വരെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഹാഫ് സ്ലീവ് ആണ്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കട്ടിയുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വന്നേക്കുന്നത്. ഇതിന്റെ ഉള്ളില് നമ്മുടെ വേസ്റ്റ് വരെ ബട്ടർ ഷിഫോണിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അറ്റാച്ച് ചെയ്തില്ലേലും സീത്രൂ ഒന്നുമല്ല, നേരിലൊന്നും അടിക്കൊന്നുമില്ല, പിന്നെ കുഴപ്പമില്ല. എന്നാലും അവരൊരു ലൈനിങ് നമ്മുടെ വേസ്റ്റിന്റെ അവിടം വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴേക്കും കൈക്കും ലൈനിങ് ഇല്ല. ഇത് ലൈനിങ് ഇല്ലാതെയും ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓഫ് വൈറ്റില് ഹേർട്ട് വരുന്നത് കുറെ ഡ്രസ്സ് ഞാൻ കണ്ടു. ഇതിപ്പോ മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറെ ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വന്ന് ഒന്നുമല്ല, എംബ്രോയിഡറി കേട്ടോ. മൊത്തം ഫുള്ളി എംബ്രോയിഡറി ആണ്. ഡ്രസ്സായിട്ട് വെയർ ചെയ്യാനാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ബോട്ടോ ഇട്ട് വെയർ ചെയ്യണമെന്നുള്ളവർക്ക് ഒരു ലൂസ് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്താൽ മതിയാവുമേ. കൊറിയൻ പാന്റിന്റെ കൂടെ അങ്ങനെയൊക്കെ പെയർ ചെയ്താൽ മതിയാവും. ഇത് സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ വരെയാണ് ഉള്ളത്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന എക്സൽ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്ന് 749 രൂപയാണ്. അടുത്തത് വന്ന് ക്രിസ്മസ് തീമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കഫ്താൻ ആണ് കേട്ടോ കാണിക്കുന്നത്. റെഡ് കളറില് ഒരു കഫ്താൻ ആണ് ഇത്. കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. റയോൺ മിക്സ് കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് പോകുന്നുണ്ട്. ഇതങ്ങനെ പോകുന്ന പ്രിന്റ് ഒന്നും അല്ല കേട്ടോ. ഇത് വന്ന് പിന്നെ എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. റെഡ്സിനൊക്കെ പോലത്തെ മെറ്റീരിയൽ വെച്ച് പ്രിന്റ് ചെയ്യില്ലേ, അങ്ങനത്തെ പ്രിന്റ് ആണ് കേട്ടോ. അതങ്ങനെ വാഷ് ചെയ്യുമ്പോൾ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ കഫ്താൻ വന്ന് പല പല പ്രിന്റിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്ന ഈ പ്രിന്റിലാണ്. സാന്റാക്ലോസിന്റെ പ്രിന്റ് ഉണ്ട്, ക്രിസ്മസ് ട്രീയുടെ പ്രിന്റ് ഉണ്ട്, അങ്ങനെ പല പല പ്രിന്റുകൾ ഉണ്ട് കേട്ടോ. ഇതൊരു 5-6 പ്രിന്റിൽ അവൈലബിൾ ആട്ടോ. പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് സൈസിലും അവൈലബിൾ ആണ്. ഇത് സ്മോൾ മുതൽ 8 XL വരെ ഉണ്ട് കേട്ടോ. ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കഫ്താനാണ് ഇത്. ഡ്രസ്സായിട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വെയർ ചെയ്യാം. എനിക്കിതൊരു നീ ലെന്ത് വരെയാണ് ഉണ്ടാവുന്നത്. ജീൻസ് ഒക്കെ ഇട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ടോപ്പായിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ സൈസ് എടുക്കുമ്പോഴത്തേക്കും ഒരു സൈസ് കുറച്ചോ 2 സൈസ് കുറച്ചോ ഒക്കെ എടുത്താൽ മതിയാവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തിട്ട് എക്സലാണ് എടുത്തത്. ഡബിൾ എക്സലിലും വലിപ്പം ഉള്ളതുപോലെ എനിക്ക് തോന്നി കേട്ടോ. നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യേണ്ടി വന്നു. മെറ്റീരിയൽ വന്ന് റയോൺ മിക്സ് കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഇഷ്ടമുള്ളവര് എടുക്കുക. പിന്നെ പ്രൈസ് വന്ന് 799 രൂപയാണ് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ എടുത്തപ്പോൾ 625 രൂപ അത്ര മറ്റോ ഉള്ളായിരുന്നു കേട്ടോ. ഇന്നിപ്പോ ഞാൻ നോക്കിയപ്പം 800 രൂപ 799 രൂപയ്ക്കാണ് ഇത് കിടക്കുന്നത്. ഇനി ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ കഫ്താനാണല്ലോ, കഫ്താൻ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. നെക്സ്റ്റ് വന്ന് നേരത്തെ ഞാൻ കാണിച്ചില്ലേ എംബ്രോയിഡറി വരുന്ന ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സ്, അതിന്റെ തന്നെ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഡ്രസ്സാണിത്. നേരത്തെ കാണിച്ചതിൽ പിന്നെ ഹേർട്ട് എംബ്രോയിഡറി ആയിരുന്നു റെഡ് കളറ്, പക്ഷെ ഇതിൽ പ്രിന്റ് ആണ് കേട്ടോ. ഇത് പിന്നെ സ്ലീവ് വന്ന് സാധാ സ്ലീവ് ആണ്, ഇത്രയാണ് ഉണ്ടാവുക. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു പടി, അത് ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാധാ ഒരു ഡ്രസ്സ് കേട്ടോ. ഫുള്ളും ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പോകുന്നത്. പിന്നെ ഒരു ടൈ ഇവർ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വലിച്ചു കെട്ടാനേ. ഇട്ടിട്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാനിപ്പോ കാണിച്ചതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതിന്റെ പ്രൈസ് വന്ന് 475 രൂപയാണ്. പിന്നെ ഇത് പ്യുവർ കോട്ടൺ ഒക്കെയാണ്, പക്ഷെ ഇച്ചിരി സീത്രൂ ആണ് കേട്ടോ. ഇതിങ്ങനെ സീത്രൂ ആണ്. അകത്ത് ഇന്നർ ഇട്ടിട്ട് വെയർ ചെയ്യേണ്ടി വരുവേ. പ്രിന്റ് ആണ്, അങ്ങനെ പോകുന്ന പ്രിന്റ് ഒന്നും അല്ല. അകവും പുറവുള്ള പ്രിന്റ് ഒക്കെ തന്നെയാണ്, അങ്ങനെ പോകുന്ന ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ പ്യുവർ കോട്ടൺ ഒക്കെയാണ്, കുറച്ച് സീത്രൂ ആണ്.
പിന്നെ ഓഫ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കട്ടിയുള്ള കോട്ടൺ അല്ല, സാധാ കോട്ടൺ ആട്ടോ. പ്യുവർ കോട്ടൺ ആണ് സംഭവം, പക്ഷെ സീ ത്രൂ ആയിട്ടുള്ള കോട്ടൺ. ഓഫ് വൈറ്റിലെ ചിലത് വരുമ്പോൾ അറിയാവുള്ളൂ, കുറച്ച് സീ ത്രൂ ആവും. അതുപോലെ സീ ത്രൂ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ഒക്കെയാണ്. നല്ല രസമുണ്ട്, ഇട്ട് കഴിഞ്ഞൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്തേക്കാം, അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെങ്കിൽ കുറച്ച് സീ ത്രൂ ആണ് കേട്ടോ. പ്രൈസ് വന്ന് 475 രൂപയാണ്. മറ്റേത് വന്ന് 700 എത്രയാണ്ടോ ആണ്. അത് എംബ്രോയിഡറി ആണല്ലോ, അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടും. ഇത് വന്ന് പ്രിന്റ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കുറവാണ്, 475 രൂപയാണ്. പിന്നെ അത് കട്ടിയുള്ള കോട്ടൺ ആണ്. ഇത് വന്ന് സീ ത്രൂ ആയിട്ടുള്ള കോട്ടൺ ആണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്ന് XL ആണ്. എനിക്ക് പെർഫെക്റ്റ് ഫിറ്റിലാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ സ്മോൾ ടു XXL വരെ സൈസും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ആമസോൺ ക്രിസ്മസ് ഡ്രസ് ഹോള്. ഇനി ഇതുപോലെ ക്രിസ്മസ് ഹോളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ. പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് ഹൈപ്പ്, തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.